ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനെ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ കുറച്ചധികം തന്നെ ബാലൻസ് വരും ഇല്ലേ, അല്ലെങ്കിൽ കുറച്ചൊക്കെ ബാലൻസ് വരും. ആ സമയത്ത് നമ്മൾ കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് വല്ല ഉപ്പുമാവ് എങ്ങാനും ഉണ്ടാക്കി കൊടുക്കും അല്ലേ. അപ്പോൾ അത് കഴിക്കാനും ചിലവർക്ക് മടിയായിരിക്കും. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നല്ലൊരു സൂപ്പർ ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ബാലൻസ് വന്നിട്ടുള്ള ഒരു കുറ്റി പുട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം സൈസ്, ഒരു ചെറിയ സൈസിലുള്ള 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കണം കേട്ടോ, ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണേ. നമ്മൾ ഈ പുട്ടൊന്ന് ഉടച്ചതിന് ശേഷം അതിലോട്ട് ഒരു 1/2 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം കേട്ടോ. ഇനി മധുരം കുറച്ച് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയിലോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടി 4 ഏലക്കയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ആ പൊടി ഇതിലോട്ട് ചേർക്കുക. നമ്മൾ ഹോൾ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ, പൊടിക്കാതെ ചേർത്ത് കൊടുത്താൽ ആ തരി കുറച്ച് കട്ടിയുള്ളതാണെങ്കിൽ അത് അതുപോലെ തന്നെ നിൽക്കും. അതുകൊണ്ടാണ് പൊടിച്ച് ചേർക്കുന്നത്. ഇനി അതിലോട്ട് നമ്മൾ ഈ ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ള ഈ നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അപ്പോൾ വലുതൊക്കെ ആണെങ്കിൽ ഒരു 1.5 എടുത്താൽ മതിയാവട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് ഈ തേങ്ങയും അതുപോലെ പഴമൊക്കെ എടുക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ ഉടച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ എല്ലാം ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പുട്ടും പഴവും തേങ്ങയും പഞ്ചസാരയും ഏലക്കയും എല്ലാം കൂടെ മിക്സായിട്ട് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ വെറൈറ്റി ഒക്കെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഞാനിവിടെ നമ്മുടെ ഉന്നക്കായയുടെ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഉന്നക്കായയുടെ ഇൻഗ്രീഡിയൻസ് ആണല്ലോ ഇതിലേറെ എല്ലാം വന്നിരിക്കുന്നത്. പുട്ടാണ് ഒന്ന് എക്സ്ട്രാ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഉന്നക്കായയുടെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കഴിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റൗണ്ട് ഷേപ്പിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പിലാണെങ്കിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പഴത്തിൻ്റെയൊക്കെ നനവുള്ളത് കൊണ്ട് പെട്ടെന്ന് പറ്റും. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്നുകിൽ ഡീപ്പ് ഫ്രൈ എടുക്കാം, അല്ലെങ്കിൽ ഷാലോ ഫ്രൈ എടുക്കാം. ഇത് വറുത്തെടുക്കാൻ അധികം ഓയിലൊന്നും വേണ്ട കേട്ടോ. ഓയിലൊന്നും അധികം കുടിക്കില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓരോന്നായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ഒന്ന് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഫ്രൈ ആയി കിട്ടിയാൽ പിന്നെ കുറച്ച് നല്ല ബലത്തിൽ തന്നെ നിൽക്കും. അല്ലെങ്കിൽ ഈ പുട്ടിൻ്റെ പൊടിയൊക്കെ ചിലപ്പോൾ ഈ എണ്ണയിലോട്ടൊന്ന് ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോന്നായിട്ടാണ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് നമ്മുടെ ഇവിടെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഉന്നക്ക ഉണ്ടാക്കുന്നതിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതും കഴിച്ച് നോക്കിയാൽ കേട്ടോ. ഒരു മാറ്റവും ഇല്ല. അപ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് ഈ പുട്ട് വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇനി പുട്ടുണ്ടാക്കുന്ന ദിവസങ്ങളിൽ ബാക്കി വരുന്നവ ഫ്രിഡ്ജിലെടുത്ത് വെച്ചും കഷ്ടപ്പെട്ട് കഴിച്ച് നോക്കണ്ട കേട്ടോ. നമുക്ക് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കി എടുത്താൽ വലിയവർക്കാണെങ്കിലും ചെറിയവർക്കാണെങ്കിലും ഒക്കെ നല്ല ഈസി ആയിട്ട് കുട്ടികൾ പ്ലേറ്റ് കാലിയാക്കി തരും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും ശ്രമിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.